everyone, welcome to Spot Dramas. എല്ലാവർക്കും സ്പോട്ട് ഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായില്ല, ഡിലേ ആയിരുന്നു. സോ ഇന്ന് മുതൽ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നമ്മൾ തുടങ്ങുന്നത് ഒരു സൗത്ത് കൊറിയൻ മൂവി ആയിട്ടുള്ള ജോങ് ഹുങ് ജുൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻ്റ്ലി സ്കേറി ആൻഡ് വയലൻറ്റ് ഫിലിമായിട്ടുള്ള ഫോർഗോട്ടൻ എന്ന സൗത്ത് കൊറിയൻ മൂവിയുടെ മലയാളം എക്സ്പ്ലനേഷനാണ്. 2017 റിലീസായിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ ഫിലിം. ഇത് പക്ഷേ ഇതെല്ലാവരും കൂടുതൽ ആൾക്കാരും ഇത് കണ്ടിട്ടുള്ള ഫിലിമായിരിക്കാം. എന്നാൽ ഇതിൻ്റെ ഒരു സസ്പെൻസ് കാരണം അധികം പേർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഇതിൽ പല ഭാഗങ്ങളും ഇപ്പോഴും ഡൗട്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. എന്നാൽ ഒരുപാട് പേര് ഇത് കാണാത്തവരും ഉണ്ടാവും. എല്ലാവർക്കും വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഈ വീഡിയോയിലൂടെ. ഫോർഗോട്ടൻ എന്നത് കൊറിയയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫിലിമാണ്, ബെസ്റ്റ് ത്രില്ലർ ഫിലിമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കുറച്ച് സംസാരങ്ങളാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആരൊക്കെയോ ടോർച്ചർ ചെയ്യുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്താണെന്ന് എനിക്കൊന്നും ഓർമ്മയില്ലേ? അപ്പം ഒരാൾ പറയുന്നു എനിക്കൊന്നും ഓർമ്മയില്ല. ഇത് കാറിലിരുന്ന് പോകുന്ന നമ്മുടെ ഹീറോ സ്വപ്നം കാണുന്നതായിരുന്നു. പെട്ടെന്ന് അവൻ എഴുന്നേക്കാണ്. പെട്ടെന്ന് അവൻ ഞെട്ടി എണീക്കുമ്പം അവൻ്റെ കാറിലിരുന്ന് പോവാണ്. അവൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ഉണ്ട്. സോ അവൻ്റെ ബ്രദർ അവനോട് പറയുകയാണിങ്ങനെ, നിന്നോട് ഞാൻ ഇന്നലെ നേരത്തെ രാത്രി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞതല്ലായിരുന്നോ, നീ എന്നിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് കാറിലിരുന്ന് എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ വഴക്ക് പറയാണ്. അങ്ങനെ അവൻ കാറിൽ ചെന്നെത്തിയത് ഒരു പുതിയ വീട്ടിലേക്കാണ്. അവൻ വീട് മാറി അവിടേക്ക് താമസിക്കാൻ പോവാണ്. അവൻ ചെന്നെത്തിയപ്പം അവൻ ഈ വീട് മുന്നെപ്പോഴോ കണ്ടതായിട്ട് അവൻ്റെ ഓർമ്മയിലുണ്ട്. എന്നാൽ അവനക്ക് മൊത്തത്തിലൊന്നും ഓർമ്മയില്ല. അതിനുശേഷം അവരെല്ലാവരും വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷം അവരിങ്ങനെ അവർ കൊണ്ടുവന്ന ലഗേജും അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ വീട്ടിലെ വീടിൻ്റെ ഓണർ അവനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇത് നിൻ്റെ ചേട്ടൻ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. അതെന്താണ് നമുക്ക് പിന്നീട് മനസ്സിലാവും. അപ്പം ഈ ചേട്ടൻ എന്ന് പറയുമ്പം അത് നല്ല ഗ്ലാമറുള്ള ഒരു പേഴ്സണാണ്. നന്നായിട്ട് വയലിൻ വായിക്കും, സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവാണ്, നല്ല പെൺകുട്ടികൾക്കൊക്കെ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. പക്ഷെ അവൻ്റെ ചേട്ടൻ്റെ ഒരേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, എല്ലാത്തിലും തികഞ്ഞിട്ടുള്ള അവൻ്റെ ചേട്ടൻ്റെ ഒരേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ചേട്ടൻ്റെ ഇടത്തേ കാല് മുടന്താണ്, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ. അപ്പോഴാണെങ്കിൽ അവരുടെ അച്ഛൻ, അതായത് ജിൻ, അതായത് നമ്മുടെ ഹീറോയുടെ പേര് ജിൻ എന്നാണ്. സോ ജിന്നിൻ്റെ അച്ഛന് അവനോടും അവൻ്റെ ബ്രദറിനോടും പറയുന്നുണ്ട്, ഒരു റൂമുണ്ട് ഈ ഒരു വീട്ടിൽ, അത് മുൻ ഓണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റൂമാണ്. ആ റൂം നിങ്ങൾ എന്ത് ചെയ്താൽ തുറക്കരുത്, എന്തൊക്കെ വന്നാലും അത് തുറക്കരുത്, അത് നമുക്കുള്ള ഒരു തന്നിട്ടുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത്, അപ്പം നമ്മുടെ അച്ഛൻ ജിന്നിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഗുളികയൊക്കെ കൃത്യസമയത്ത് കഴിക്കുന്നില്ലേ? അപ്പോൾ ജിൻ പറയുന്നുണ്ട്, അച്ഛാ കഴിക്കുന്നുണ്ട്. ആ സമയത്താണ് അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള ആ ഒരു വീട്ടിലുള്ള എല്ലാവരും ഫുഡ് ഒന്നിച്ച് കഴിക്കുന്ന സമയമായിരുന്നു. അപ്പം അവൻ ഒരു വോയിസ് കേൾക്കാണ്. അപ്പോൾ മുകളിലേക്ക് നോക്കുമ്പം ആ മുകളിലത്തെ അടിച്ചു പൂട്ടിയിട്ടുള്ള റൂമിൽ നിന്നാണ് വോയിസ് കേൾക്കുന്നത്. അപ്പോൾ അവന് അച്ഛനോടും അമ്മയോടൊക്കെ പറയുമ്പോൾ അവർ പറയാണ്, ഇപ്പം മഴ പെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ വോയിസ് ആയിരിക്കും എന്ന് പറഞ്ഞവർ ആ ഒരു വിഷയം നീക്കാണ്. അപ്പം തന്നെ നമ്മുടെ ആ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവൻ കിടന്നുറങ്ങുമ്പം അവൻ ആ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിൽ നിന്ന് ഒരു വോയിസ് കേൾക്കാണ്. അപ്പം അവിടെ പോയി ഒന്ന് നോക്കാൻ ശ്രമിക്കുമ്പം അവൻ്റെ ബ്രദർ വന്നിട്ട്, നീ ഇവിടെ എന്തെടുക്കുന്നത്? അപ്പം നമ്മുടെ ജിൻ പറയാണ്, ഞാനിവിടുന്ന് എന്തോ വോയിസ് കേട്ട് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ബ്രദർ പറയാണ്, നിനക്ക് വേറെ പണിയില്ലേ, നീ എല്ലാം സ്വപ്നം കണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നിനക്ക് തോന്നിയതായിരിക്കും, നീ വന്ന് കിടക്ക് എന്ന് പറയുന്ന ആ ഒരു വിഷയം അവിടെ നിന്ന് നീക്കാണ്. അപ്പം അവർക്ക് മനസ്സിലായില്ലെങ്കിലും നമുക്കൊരു കാര്യം ആ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ആ റൂമിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു സ്ക്രീനിലൂടെ മനസ്സിലാവും.
അപ്പം അന്നത്തെ ദിവസത്തിൻ്റെ കുറച്ച് ഹാങ് ഓവർ കാരണം അവർ അന്ന് രാത്രി ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് മഴയുടെ ഒക്കെ സമയമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പോയിട്ട് ചേട്ടൻ ജിന്നിനെ കൂട്ടിക്കൊണ്ട് പോയി അവിടെ നിൽക്കുകയാണ് അവൻ്റെ ആ ഹാങ് ഓവറൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അച്ഛൻ വിളിക്കുന്നത് നമ്മുടെ ചേട്ടനെ. സോ ചേട്ടൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ റോട്ടിലിട്ട് ഏതോ കുറച്ച് ആൾക്കാർ അവൻ്റെ ചേട്ടനെ വാനി കയറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്നു. അവർ കൊള്ളക്കാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നവരായിരിക്കാം. നോക്കുമ്പം ഒരു മുടന്തുള്ള ഒരാൾ, എന്താ കുഴപ്പമില്ല, കൊണ്ടുപോകാൻ എളുപ്പമാണ് എന്നുള്ളത് ഇതിലായിരിക്കാം അവർ കൊണ്ടുപോയത്. അതറിഞ്ഞ് നമ്മുടെ ജിന്നിനാണെങ്കിൽ ഭയങ്കര ഷോക്കാവുന്നു. കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കാത്തിരുന്ന്, അതായത് സാധ്യതകൾ കുറഞ്ഞുകൊണ്ട് വരാണ് ഓരോ ദിവസം പോകുന്തോറും. പിന്നെ അവനൊരു ഐഡിയ ഇല്ലാണ്ടാവുന്നു, അവൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര സെഡാവുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ്റെ ചേട്ടൻ വരുന്നു. എങ്ങനെയാണ് വന്നത്, എന്താണ് സംഭവിച്ചത് എന്നൊന്നും അവന് അറിയില്ല, അവൻ്റെ ഫാമിലിക്ക് അറിയില്ല. ചേട്ടനെ കൊണ്ടുപോയതല്ലാണ്ട് ചേട്ടന് മറ്റൊന്നും ഓർമ്മയില്ല, ഇനി ഓർക്കാൻ താല്പര്യമില്ല, അത് വിട്ടേക്ക് ആ ഒരു വിഷയം എന്ന് ചേട്ടനും പറയുന്നു. അങ്ങനെ ഇരിക്കെ അവൻ്റെ ചേട്ടൻ വന്ന സന്തോഷത്തിൽ അവൻ ഭയങ്കര സന്തോഷമാണ്. കാരണം അവൻ്റെ ചേട്ടനാവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്ന് തന്നെയാണ്. കാരണം അത്രയും കഴിവുള്ള ഒരാളാണല്ലോ, അതുകൊണ്ട് അവൻ്റെ ചേട്ടൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അവൻ കിടക്കുമ്പം അവൻ്റെ ചേട്ടൻ എഴുന്നേറ്റ് പോകുന്നതായിട്ട് അവന് തോന്നുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ചോദിക്കുമ്പം ചേട്ടന് അങ്ങനെയൊന്നും ഓർമ്മയില്ല, ചേട്ടൻ അങ്ങനെ ചെയ്തതായിട്ടേ അറിയില്ല. സോ അതും വിചാരിക്കുകയാണ് അവൻ്റെ ഒരു പക്ഷേ അവന് തോന്നിയതായിരിക്കാം, സ്വപ്നം കണ്ടതായിരിക്കാം. പിന്നെ അവന് മെഡിസിൻ കഴിക്കുന്ന ആളാണ് നമ്മുടെ ഹീറോ ജിന്ന്. സോ മെഡിസിൻ എടുക്കാൻ പോകുമ്പോഴാണ് അത് താഴോട്ട് പോകുന്നത്. ചേട്ടൻ വിളിക്കുമ്പം താഴോട്ട് പോകുന്ന എടുക്കാനായിട്ട് ജിന്നിന് പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ചേട്ടൻ നടന്നു പോകുന്നത്. അപ്പോൾ ജിൻ ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ ലെഫ്റ്റ് ലെഗിനായിരുന്നില്ലേ പരിക്ക് മുടന്ത്, ഇപ്പം ഇങ്ങനെ റൈറ്റ് ലെഗിന് പറ്റിയേ? അപ്പോൾ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ചോദിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ലെഫ്റ്റ് ലെഗിന് തന്നെയാണല്ലോ ഇപ്പോഴും പ്രശ്നം, റൈറ്റ് ലെഗിനല്ലല്ലോ. അപ്പം ചേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ തമാശ ഒന്നും കേട്ടിരിക്കാൻ നേരമില്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞ് നമ്മുടെ ചേട്ടൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ വിചാരിക്കുന്നുണ്ട്, എനിക്കൊരു പക്ഷേ തോന്നിയതായിരിക്കാം എന്ന് പറഞ്ഞാൽ അതും അവനങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ ഹീറോയാണെങ്കിൽ പഠിച്ച് കിടന്ന് ഉറങ്ങാണ്. ആ ഉറക്കത്തിൽ അവനൊരു സ്വപ്നം കാണാണ്. ആ ഉറക്കത്തിൽ നമ്മുടെ ഹീറോയുടെ ബ്രദർ വന്നിട്ട് ഒരു പെൻസിലിൻ്റെ മൊന കൊണ്ട് അവനങ്ങനെ കുത്താനായിട്ട് നോക്കാണ്. അങ്ങനെ കുത്തി കുത്തിയില്ല, ഇങ്ങനെ അടുത്തേക്ക് വന്നപ്പോഴത്തേനും ആ മൊന ഒടിഞ്ഞു പോവാണ്. അങ്ങനെ ആ മൊന അവിടെ കിടക്കാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഹീറോ പിന്നീട് കാണുന്നത് നമ്മുടെ ബ്രദറ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതും, എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അവൻ്റെ ബ്രദർ ആ ഒരു നൈറ്റിൽ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയും അവൻ്റെ പുറകെ കാറിൽ പോവാണ്. ആ ഒരു ടൈമിലാണ് നമ്മുടെ ഹീറോ ഒരു റൂമിൽ ചെന്നെത്തുന്നത്. അവിടെ നമ്മുടെ ബ്രദറും അതുപോലെ തന്നെ വേറെ 2 പോലീസ് ഓഫീസേഴ്സും ഉണ്ട്. ഈ 2 പോലീസ് ഓഫീസേഴ്സ് ഇവർ ശരിക്കും പോലീസ് ഓഫീസേഴ്സ് അല്ല, ഇവർ അഭിനയിച്ചതാണ്. ഇത് എപ്പോഴാണ് പോലീസ് ഓഫീസേഴ്സ് അഭിനയിച്ചത്, അതായത് നമ്മുടെ ഹീറോയുടെ ബ്രദറിനെ ഒരിടക്ക് കാണാതായിട്ടുണ്ടല്ലോ. അപ്പം ഈ ഹീറോ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയത് ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ അടുത്താണ്. ഇവരാണ് ഇപ്പോൾ ഈ റൂമിൽ കണ്ട് ബ്രദറിൻ്റെ ഒപ്പമുള്ള വേറെ 2 പേഴ്സൺസ്. അതിനുശേഷം ആരോ ഇവരെ നോട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ബ്രദറും അവൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും ഹീറോനെ കണ്ടെത്തുകയും അവൻ്റെ പുറകെ ഓടാണ് അവനെ പിടിക്കാനായിട്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ ഹീറോ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ചെന്നെത്തിയത് അവൻ്റെ ബ്രദറിൻ്റെ മുമ്പിൽ തന്നെയാണ്. പെട്ടെന്ന് അവനിങ്ങനെ കൊല്ലാൻ നോക്കുമ്പോഴാണ് അവൻ്റെ സ്വപ്നത്തിൽ നണിക്കുന്നത്. ആക്ച്വലി ഇവൻ ഇത്രയും കണ്ടത് ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ അവനപ്പം മനസ്സിലാവാണ്, എന്തൊക്കെ സ്വപ്നമായാലും ഒരു മൊന ആ നൈറ്റിൽ നമ്മുടെ ബ്രദർ കുത്താൻ നോക്കിയെന്ന് പറഞ്ഞ ഒരു മൊനയുണ്ടല്ലോ, ആ മൊന അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, സ്വപ്നമല്ല അവൻ ശരിക്കും കണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. ഒന്നും അറിയാതെ നമ്മുടെ ജിന്ന് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രദർ വന്നപ്പം നമ്മുടെ ഹീറോയും ബ്രദറും തമ്മിൽ ഇങ്ങനെ തർക്കിക്കുകയാണ്. നമ്മുടെ ഹീറോ പറയുകയാണ്, നീ നിൻ്റെ ബ്രദറൊന്നല്ല, നീ വേറെ ആരോട് നീ ബ്രദറായിട്ട് അഭിനയിക്കുകയാണ്. ഇങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ കൂടി കൂട്ടി വായിച്ചു അവൻ ഇതൊക്കെയാണ് മനസ്സിലാവുന്നത്, ഇതൊക്കെയാണ് ബ്രദറിൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവാണ്. അപ്പം ഈ പ്രശ്നം എങ്ങനെയും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രദറാണെങ്കിൽ, നീ ഇന്ന് മെഡിസിൻ കഴിച്ചില്ലല്ലോ, രാവിലെ നിൻ്റെ മെഡിസിൻ താഴെ പോയില്ലായിരുന്നു, നീ ഇന്ന് കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. പിന്നീട്
ഇവന് ഈ നടന്ന സംഭവമൊക്കെ ഇവൻ്റെ അമ്മേനോട് എങ്ങനെയും പറയണം. ഇവൻ്റെ ബ്രദർ ഫ്രോഡാണെന്ന് ഇവന് മനസ്സിലായ കാര്യം ഒക്കെ അങ്ങനെ അമ്മേനോട് പറയുന്നതിൽ അവൻ അമ്മേനോട് പറയാണ്. പിന്നീട് അവൻ പറയാണ്, അമ്മ ആകെ ടെൻസ്ഡാവാണ്. അപ്പോൾ അവൻ പറയാണ്, അമ്മ ഒന്നോർത്തും പേടിക്കണ്ട, ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് അമ്മേനോട് അവൻ പറയാണ്. അങ്ങനെ ഇരിക്കെ അവൻ ഒരു സ്വപ്നം കാണാണ് ഉറക്കത്തിൽ. അവൻ ആ പൂട്ടിയിട്ടിരുന്ന റൂം തുറക്കുമ്പം അവൻ്റെ ബ്രദറിനെ ആരോ തൂക്കി കൊന്നിരിക്കുന്നു. പെട്ടെന്ന് അവൻ സ്വപ്നത്തിൽ നിന്ന് നെറ്റിയടിക്കുകയാണ്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ആ ഒരു മൊത്തത്തിൽ ഇപ്പോൾ അവൻ അത്ര വേണ്ടതല്ലല്ലോ ചിന്തിക്കുന്നത്, അവൻ്റെ അതല്ല അവൻ്റെ മുമ്പിൽ നടക്കുന്നത്. ഇതൊക്കെ കൊണ്ടായിരിക്കാം അവൻ്റെ ചിന്ത വന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ഇരിക്കെ അവനൊരു ഒളിച്ച് സംസാരിക്കുന്നതായിട്ട് അവൻ കേൾക്കാണ്. നോക്കിയപ്പം അവൻ്റെ അവൻ അമ്മേനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ്റെ ബ്രദറിനെ വിളിച്ച് പറയാണ്. അപ്പോൾ ഇവന് മനസ്സിലായി, എൻ്റെ കൂടെയുള്ള എല്ലാവരും ഫ്രോഡാണ്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരൊത്തും പിടിയും അവന് കിട്ടുന്നില്ല. അങ്ങനെ അവൻ ഈ വീട്ടിലുള്ളവരെല്ലാവരും ഫ്രോഡാണെന്ന് മനസ്സിലാക്കി അവൻ എങ്ങനെയൊക്കെ ഓടിപ്പോകാൻ നോക്കുമ്പോഴാണ് അവർ നല്ല മഴയാണ് ആ ടൈമിൽ കേട്ടോ. അപ്പം അവൻ ഓടിച്ചെന്ന് പെടുന്നത് കാറിൽ വരുന്ന അവൻ്റെ ഏട്ടൻ്റെയും അച്ഛൻ്റെയും മുമ്പിലാണ്. അവരങ്ങനെ വിടുന്നില്ല. അവരെങ്ങനെയും അവനെ പിടിക്കണമെന്നതിൽ പുറകെ പോവാണ്. പിന്നീട് അവർ രക്ഷപ്പെട്ടു എന്ന് നിൽക്കുമ്പോഴാണ് അവൻ ചെന്ന് ചാടിയത് ഒരു പോലീസ് വണ്ടിയുടെ മുമ്പിലാണ്. അത് കഴിഞ്ഞ് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവരെന്താണ് സംഭവം എന്നൊക്കെ അതിനോട് ചോദിച്ചറിയാൻ നോക്കുകയാണ്. അപ്പോഴാണ് അവൻ പറയുന്നത്, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഫ്രോഡാണ്, എനിക്ക് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ അവൻ ചോദിക്കുകയാണ്. പിന്നീട് പോലീസുകാർ ചോദിക്കുകയാണ്, എന്താണെന്ന് എനിക്ക് അറിയേണ്ടത്, എന്താണെന്ന് എനിക്ക് പറ്റിയെന്ന്. അപ്പം അവൻ പറയുകയാണ്, എൻ്റെ കൂടെ 3 പേരുണ്ടായിരുന്നു, അവരെൻ്റെ അച്ഛനും അമ്മേനും ചേട്ടനുമായിട്ട് അഭിനയിക്കായിരുന്നു, എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ പോലീസുകാർ ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ 40 വയസ്സാണല്ലേ, നീ 1977 ജനിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയാണ്, എനിക്ക് 40 വയസ്സല്ല സാർ, എനിക്കിപ്പോൾ 20 വയസ്സാണ് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ പോലീസുകാർ ചോദിക്കണം, നീ എന്താണ് ഈ പറയുന്നത്? 1977 ജനിച്ചത് എനിക്കിപ്പം 2017 ഇപ്പം, അപ്പോൾ എനിക്കിപ്പം 40 വയസ്സാണ് ആവേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയാണ്, സോറി സാർ, എൻ്റെ ഓർമ്മയിൽ ഇപ്പം 1997 എന്നുള്ളത്. മൊത്തത്തിൽ ഇപ്പം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അവനൊരൊത്തും പിടിയില്ല. എന്താണ് ഇവിടെ നടക്കണത്, അല്ലെങ്കിൽ എന്താണ്? അപ്പം കൂടെയുള്ളവരൊക്കെ ഇവനെ പറ്റിക്കായിരുന്നോ എന്നുള്ളത് ഒരു ചിന്തയൊക്കെ അവൻ്റെ മനസ്സിലേക്ക് വരാണ്. അവൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കുമ്പം അവൻ്റെ മൈൻഡിലുള്ള ജിന്നയല്ല ഇപ്പം അവൻ മിററിൽ കാണുന്നത്. അപ്പോൾ ഇവനെ പറ്റിച്ചവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ളൊരു മൈൻഡിൽ അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ എന്തിനാണ് ഇവനെ ഇത്രയും കളിപ്പിച്ചത്, എന്തിനാണ് ഇവനെ ഇത്രയും മണ്ടനാക്കിയതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയാണെങ്കിൽ അവൻ താമസിച്ച ആ വീട്ടിലേക്ക് പോവാണ്, ആ ഒരു പുതിയ വീട്ടിലേക്ക്. അപ്പോഴാണ് അവൻ ആ ഒരു പൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു റൂമിൽ നിന്ന് ഒരു വോയിസ് കേൾക്കുന്നത്. അതൊരു മ്യൂസിക്കായിരുന്നു. അത് തുറന്ന് അവൻ കാണുന്നത് അവന് അച്ഛനും അമ്മയും ബ്രദറുമായിട്ട് അഭിനയിച്ച ആ 3 പേരെയാണ്. അപ്പം നമ്മുടെ ബ്രദറിൻ്റെ നെയിം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അവൻ്റെ പേര് യു എന്നാണ്. സോ നമ്മുടെ യു ആണെങ്കിൽ അപ്പോൾ ഒരു സ്റ്റോറി പറയാനായിട്ടങ്ങ് തുടങ്ങാണ്. ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ്, ഒരു വീട്ടിൽ ഒരു അമ്മയും 2 മക്കളും ഒരച്ഛനും താമസിച്ചിരുന്നു. പിന്നീട് ഒരിക്കൽ ആ അമ്മയും മൂത്ത മകളും മരണപ്പെട്ടു. ഇതിൻ്റെ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് നമുക്കതൊന്നും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ, അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണ് യുവിന് എന്ന് അവൻ പറയാണ്. പിന്നീട് അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു പയ്യനെ തല്ലിച്ചതച്ച് അവനറിയാവുന്നതൊക്കെ പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അവന് ഉള്ളു തുറന്ന്, അങ്ങനെ ഒന്നും കൃത്യമായിട്ട് പറയുന്നില്ല, അവന് ഓർമ്മയില്ല, മറന്നു പോയി എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതൊരു ടോർച്ചറിങ് ആയിരുന്നു. ആ ടോർച്ചറിങ് ആണ് നമ്മൾ ഈ കഥയുടെ ആദ്യം കേട്ട് നമ്മുടെ ഹീറോ കാറിൽ വരുമ്പം അവൻ കണ്ട സ്വപ്നമാണ് ഈ ടോർച്ചറിങ്ങിൻ്റെ ഈ സീന്. അപ്പോൾ നമ്മുടെ യു ആണെങ്കിൽ ഈ കഥ തുടരാണ്. അവൻ പറയുന്നത് ഒരിക്കൽ മരണപ്പെട്ടവൻ്റെ ഇത് തള്ളിക്കളയാണ്ട് ആ ന്യൂസിലാണ് ടോർച്ചറിങ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ആ ഒരു എന്തോ ആ കൊലപാതകം ചെയ്ത അയാൾ മറന്നുപോയി എന്നാണ് പറയുന്നത്. സോ ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് അവർ ഈ സ്റ്റോറി റീക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഡോക്ടറാണ് നമ്മുടെ ഈ ജിന്നിൻ്റെ ഹീറോയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ആ ഒരു പേഴ്സൺ. അയാളൊരു ഡോക്ടറാണ്. സോ
എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നറിയാൻ യു അത് വിടാനായിട്ട് ശ്രമിച്ചില്ല. അപ്പം ഒരിക്കൽ നമ്മുടെ മറ്റൊരു കഥയിലേക്കും ഈ ഒരു ഫിലിം കൊണ്ടുപോവാണ്. അത് നമ്മുടെ യു തന്നെയാണ് പറയുന്നത്. എന്താണത്? നമ്മുടെ ജിന്ന്, അതായത് നമ്മുടെ ഹീറോ, ഈ കഥയിലെ ഹീറോ ജീവിച്ചിരുന്ന അവൻ്റെ കാലഘട്ടം, അവൻ്റെ അച്ഛനും അമ്മയും അവനും ചേട്ടനും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. അവരൊരിക്കൽ ഒരു യാത്ര ചെയ്യുന്നതിടെ ആക്സിഡൻറ്റ് പറ്റി അവൻ്റെ അച്ഛനും അമ്മയും മരിക്കുകയാണ്. അവൻ്റെ ചേട്ടനാണെങ്കിൽ പൂർണ്ണമായും ഒരു മനുഷ്യനായി മാറാണ്ട് പകുതി ശ്വാസത്തിലാണ് ജീവിക്കുന്നത്. മറ്റൊരു നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അപ്പോൾ ജിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ ഏട്ടൻ്റെ ശരീരം രക്ഷിക്കുക, അല്ലെങ്കിൽ അവനെ ഏട്ടനെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ജിന്നിൻ്റെ അന്നത്തെ വലിയൊരു പ്രതീക്ഷ, ആശയം, ആഗ്രഹമായിരുന്നു. അതിൻ്റെ പുറത്ത് അവൻ ഒരുപാട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ്. എൻ്റെ ചേട്ടൻ, അതായത് പണമാണ് ആവശ്യം. അവൻ്റെ ചേട്ടൻ്റെ ചികിത്സ ചെയ്യണമെങ്കിൽ അവന് പണം ആവശ്യമാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ഒരു പോസ്റ്റ് കണ്ട് ഒരാൾ ജിന്നിനെ വിളിക്കുകയാണ്. പണം തരാം, പക്ഷേ അവൻക്ക് വേണ്ട ഒരേ ഒരു ഇതെന്ന് പറയുന്നത് ഒരു കൊലപാതകം നടത്തുക എന്നുള്ളതാണ്. ജിന്നു ഒരു കൊലപാതകം നടത്തുക എന്നുള്ളതാണ്. അവൻ്റെ ഏട്ടനോടുള്ള അതിയേറിയ സ്നേഹം കൊണ്ട് അവൻ ആ കൊലപാതകം നടത്താമെന്നുള്ളത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവരൊരു വീട്ടിലേക്ക് ചെല്ലാണ്. ആ കഥയിലെ വീടാണ് നമ്മുടെ ജിന്ന് പുതിയതായി താമസിക്കാൻ വന്ന ആ ഒരു വീട്. ആ വീട്ടിൽ ഒരു മുറിയിൽ, അപ്പം അത് പറയുന്നത്, അതായത് ആ കൊലപാതകം നടത്താൻ പറയുന്ന ആൾ പറഞ്ഞിരിക്കുമ്പം അത് എവിടെയാണ്, ഒരു വീട്ടിലെ അമ്മയെ മാത്രമാണ്. അമ്മ, മൂത്ത കുട്ടി, ഒരു ഇളയ കുട്ടി എന്നിവരാണ് ആ വീട്ടിലുള്ളത്. അതിൽ അമ്മയെ മാത്രം കൊലപാതകം നടത്താനാണ് ആ ഒരു വ്യക്തി ആവശ്യപ്പെടുന്നത്. എന്നാൽ അവരുടെ മുറിയിലേക്ക് പ്രവേശിച്ച് അവൻ കണ്ടത് അമ്മ മകനെ ഉറക്കുന്നതാണ്. അപ്പം അമ്മയെ കൊല്ലണമെന്നുള്ളതെല്ലാം വന്നത് നമ്മുടെ ജിന്ന്. പക്ഷേ അവൻ കണ്ട കാഴ്ചയിൽ അവനത് സാധിക്കാതെ വരാണ്. അവൻ തിരിച്ചു മടങ്ങാണ്, കൊലപാതകം നടത്താതെ. ഇത് കണ്ട് കത്തിയുമായി പിടിച്ചു നിന്നാണ് ജിന്ന് തിരിച്ചു മടങ്ങുന്നത്. അത് കണ്ട മൂത്ത ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടി അമ്മയെ കൊല്ലാൻ വന്നതാണ് എന്ന് കരുതി ഇവനെ ഇങ്ങനെ ഇതാക്കാൻ നോക്കുമ്പോഴാണ് അമ്മ ഇവളുടെ നമ്മുടെ മൂത്ത കുട്ടിയാണെങ്കിൽ അവൾ അലറി ഓടാണ്. അതിനിടയിൽ അമ്മ എണീക്കാണ്. അമ്മ എണീറ്റ് വന്ന് നമ്മുടെ ജിന്നിനെ തടയാണ്, ഒന്നും ചെയ്യാൻ സാധിക്കാണ്ട്. അപ്പോൾ നമ്മുടെ ജിന്ന് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാൻ മടങ്ങാനായിട്ട് വന്നതാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് നടത്തുന്നില്ല, ഞാൻ വെറുതെ വന്നതാണ്, ഞാൻ നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന്. പക്ഷേ ഇതൊന്നും അവർക്ക് ആ സാഹചര്യത്തിൽ മനസ്സിലാവുന്നില്ല. അറിയാതെ ആ അമ്മയുടെ ശരീരത്തിലേക്ക് കത്തി കയറ്റേണ്ടതായിട്ട് ജിന്നിന് വരുന്നു. അമ്മയെ തടയാൻ വന്ന മകളുടെ ശരീരത്തിലേക്കും കത്തി കയറ്റേണ്ടതായിട്ട് ജിന്നിന് വരാണ്. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നല്ലേ? അപ്പോഴാണ് അവൻ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തി അവനൊരു വീട്ടിലുള്ള ഒരു ഫ്രെയിമിലേക്ക് നോക്കുമ്പോഴാണ് ഈ ഒരു അമ്മയും മൂത്ത മകളും ഉറക്കിക്കൊണ്ടിരുന്ന ആ മകനും കൂടെ ഒരു അച്ഛനുമുണ്ട്. ആ അച്ഛനും അടങ്ങുന്നതാണ് അവൻ്റെ കുടുംബം. അപ്പോൾ അവന് മനസ്സിലാവാണ് ആ അച്ഛനാണ് ഈ അമ്മയെ കൊല്ലാനായിട്ട് നമ്മുടെ ഹീറോനോട് പറഞ്ഞത്. അത് എന്തിന് എന്നവൻ്റെ അന്വേഷണത്തിനിടയിൽ അവന് മനസ്സിലായ കാര്യമാണ്, അന്ന് കൊറിയയിൽ വളരെയേറെ ദാരിദ്ര്യം, അതായത് ഇൻഡസ്ട്രികൾ നശിച്ചുകൊണ്ടിരുന്ന, പണത്തിന് വേണ്ടി എല്ലാവരും ഓടുന്ന ഒരു നിമിഷമായിരുന്നു. സ്വന്തം ഭാര്യയെ കൊന്നാൽ അതിന് കാശ് വേണം, കാശ് കിട്ടും ജീവിക്കാനായ കാശ് കിട്ടും എന്നറിഞ്ഞ ആ ഒരു ഡോക്ടറായ ഭർത്താവ് ഭാര്യയെ കൊല്ലാനായി പണത്തിനു വേണ്ടി തന്നെ ഓടുന്ന, തൻ്റെ സഹോദരനെ രക്ഷിക്കാനായി പണത്തിനു വേണ്ടി തന്നെ ഓടുന്ന ജിന്ന് എന്ന ഹീറോനെ ഡോക്ടർ കണ്ടെത്തുന്നു, കൊട്ടേഷൻ നൽകുന്നു. പക്ഷെ തൻ്റെ ഭാര്യയെ മാത്രം കൊല്ലാൻ പറഞ്ഞ ജിന്ന് മകളെയും കൊന്ന ഇതിൽ ഡോക്ടർ ഹീറോനെ കാണാണ്. അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവാണ്. ആ ഒരു പ്രശ്നത്തിൽ ഡോക്ടറെ അറിയാണ്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീഴാണ്, മരിക്കുകയാണ്. ഇതിനിടയിൽ ആ അമ്മയെയും സഹോദരിയെയും കൊന്ന ആ ഒരു വിഷമം എന്താണെന്നറിയാത്ത ആ ഒരു പിഞ്ചു കുഞ്ഞ് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വരുമ്പം ആ നിമിഷത്തിൽ
കൊന്നിട്ടിട്ടുള്ള ആ ഒരു നിമിഷത്തിൽ എൻ്റെ അമ്മ എവിടെ എന്ന് ചോദിച്ച് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു 2-3 വയസ്സുള്ള കൊച്ചിൻ്റെ അടുത്ത് അമ്മയും ചേച്ചിയും ഇപ്പം തന്നെ തിരികെ വരും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് നീ 1 മുതൽ 100 വരെ പോയി എണ്ണു എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു ഹീറോയെ നമുക്കവിടെ കാണാം. ഇത് നമ്മുടെ പറയുന്ന കഥയാണ്. ഈ 2-3 കഥകളിലടങ്ങുന്ന ഒരു വലിയ കഥ. ഇനി എന്താണിത്? നമ്മുടെ എന്ന് പറയുന്നത് ആ കൊലപാതകം നടത്തിയിട്ടുള്ള, അതായത് ജിൻ എന്ന ഹീറോ കൊന്നിട്ടുള്ള ആ അമ്മയുടെയും സഹോദരിയുടെയും ഇടയ്ക്കുള്ള ഒരു മകനായ 2-3 വയസ്സ് മാത്രമുള്ള ആ മകനാണ് ഇന്ന് വലുതായി 20 വയസ്സുള്ള ആയിട്ട് മാറിയിട്ടുള്ളത്. അന്ന് ജിന്നിന് 20 വയസ്സും ആ പിഞ്ചു കുഞ്ഞിന് 1-2 വയസ്സും മാത്രമാണുള്ളത്. അന്നത്തെ ജിന്നാണ് ഇന്നത്തെ 40 വയസ്സും അന്നത്തെ ആണ് ഇന്നത്തെ 20 വയസ്സുമുള്ള ആ ചെറുപ്പക്കാരന്മാരായി മാറിയിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഈ സത്യം, പകുതി സത്യം മാത്രം അറിഞ്ഞുകൊണ്ട്, തൻ്റെ അമ്മയും സഹോദരിയും കൊന്നു എന്നുള്ള സത്യം മാത്രം അറിഞ്ഞുകൊണ്ട്, അത് ഡോക്ടർ കൊടുത്ത കൊട്ടേഷനാണ് എന്നൊന്നും അറിയാണ്ട് ജിന്നിനെ ഒരു ഹോസ്പിറ്റലിൽ കിടത്തി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ, ഒരു സിറിഞ്ചെടുത്ത് കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് ജിന്നിൻ്റെ വായിൽ നിന്ന് അറിയാതെ ഈ സത്യം പുറത്തു വരുന്നതും മനസ്സിലാക്കുന്നു തൻ്റെ അമ്മയും ചേച്ചിയും പകുതി കൊന്നതും ആ ഡോക്ടറാണ്, അച്ഛനായ ഡോക്ടറാണ് എന്ന്. പിന്നീട് കുറ്റബോധം മൂലം ഇത്രയും നാൾ ജിൻ എന്ന ഹീറോയിനെ വെറുതെ ദ്രോഹിക്കായിരുന്നു ഇവനല്ല ശരിക്കും കൊലപാതകി എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അവൻ പിന്മാറാണ്. നമ്മുടെ സൂയിസൈഡ് ചെയ്യാണ്. അങ്ങനെ വളരെയേറെ ട്വിസ്റ്റോടു കൂടി മാത്രം സഞ്ചരിച്ച ഈ ഒരു മൂവിക്ക് അവസാനമാവാണ്. നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ ഈ കഥയിലെ തന്നെ ക്യാരക്ടേഴ്സും ആക്ടേഴ്സും ലാസ്റ്റ് ട്രാജഡിയിലൂടെ നശിക്കുകയാണ്. ഇതെല്ലാം ഒരു ഓർമ്മയുടെ ഭാഗമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഫോർഗോട്ടൻ അഥവാ മറവി എന്നുള്ള ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ സബ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫിലിം ഇവിടെ ഫിലിമിൻ്റെ എൻഡാണ്. ഇത്രയാണ് ഈ ഒരു ഫിലിമുള്ളത്. എന്തായാലും നമ്മളൊരു 20-25 മിനിറ്റ്സ് കൊണ്ട് നമ്മളിത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു എൻറ്റയർ ഫിലിം. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫിലിമാണ്. അത്യാവശ്യം ട്വിസ്റ്റും ഉള്ള ഒരു ക്രൈം ഫിലിമാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇനിയുള്ള വീഡിയോസിന് വേണ്ടി ജസ്റ്റ് സബ്സ്ക്രൈബ് ആൻഡ് follow for more videos. Stay safe. Bye bye.